ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അവർ ക്യൂട്ട് ഗ്ലോബ്. കുറേ കാലമായി കണ്ടിട്ടെന്ന് അറിയാം. ഒരു ബിഗ് അപ്ഡേറ്റ്, നമ്മുടെ പാരൻസ് അറ്റ് ലാസ്റ്റ് UK വന്നിരിക്കുകയാണ്. സോ അവൻ്റെ കൂടെ നമ്മൾ ഇന്നൊരു ബെൽഫാസ്റ്റിൽ ഒരു ചെറിയ ട്രിപ്പിലോട്ട് പോവാണ്. അതിൻ്റെ വിശേഷങ്ങളായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഷെട്ട് മാൻ, 10 മണിൻ്റെ ഫെറി പോയി ജസ്റ്റ് 2 മിനിറ്റിന്. പക്ഷെ അവർ 11 മണിൻ്റെ ഫെറി ആക്കിത്തരാമെന്നു. കുഴപ്പമില്ല, പൈസ അടിച്ചല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിന്ന് പാരൻസിനോട് ഇവിടെ ഒരു ബാലി കാസലിൽ റാത്നി ഐലാൻഡിൽ വന്നിരിക്കണം. സോ ബാലി കാസൽ ബേസിക്കലി ഹാർബർ ടൗൺ, നമ്മുടെ കോസ്റ്റ് ലൈൻ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് ഇവിടെ നമ്മൾ റാത്നി ഐലാൻഡ് പോകുന്നത്. അപ്പോൾ സംഭവം എന്തോ ഇവൻറ്റ് ഇവിടെ നടക്കാണ്ട് കേട്ടോ. അതിൻ്റെ സെറ്റപ്പൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ സ്റ്റോൾസും കടയൊക്കെ ഉണ്ട്. പിന്നെ ബീച്ചിൽ ഇപ്പം ആരുമില്ല, കാരണം ഇപ്പോൾ 10 മണിയൊക്കെ ആയല്ലോ, ഒരു ഉച്ചയാകുമ്പോൾ ആകുമ്പോഴേക്കും ഇത് ഫുള്ളും. ഇനി 1 മണിക്കൂറുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യണം. നമുക്കൊരു സാധനം വാങ്ങാം, ഹോട്ട് ചോക്ലേറ്റ്. അപ്പോൾ കുറച്ച് കോഫിയും സ്നാക്സൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ സമയമുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ വലിയ ഫെറി പോയതുകൊണ്ട് ഇവർ ചെറിയ ബോട്ട് പോലത്തെ തന്നിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് 16 pounds ആണ് ഒരാൾക്ക്, 2 സൈഡും കൂടിയിട്ട്. ശരിക്കും ഒരു 30 to 40 minutes ഫെറിയിൽ യാത്ര ചെയ്യണം. ആൾക്കാരാ സീരിയസ്ലി ഇത്ര സന്തോഷം അവൻ്റെ മുഖത്ത് നമ്മൾ മുമ്പ് കണ്ടിട്ടേ ഇല്ല കേട്ടോ. നിങ്ങൾ എങ്ങനെ ഒരു കൈയാക്കി, അമ്മ എങ്ങനെ ഒരു കൈയാക്കി. കുറച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മയ്ക്ക് തണക്കാൻ തുടങ്ങിയൊക്കെ നമ്മുടെ ഉള്ളിൽ കയറിയത്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പ് ആട്ടോ. പിന്നെ ഫെറിൻ്റെ അകത്ത് വാഷ്റൂം ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന ക്യൂ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം നമുക്കൊരു ബേർഡ് സാങ്ച്വറിയിൽ മേലോട്ട് പോകും. കുറേ പേര് നടന്നിട്ടും സൈക്കിളിലൊക്കെ പോകാറുണ്ട് കേട്ടോ. You have for the driver until the vehicle comes to a stop at our destination. Experience of cultures and traditions that were not quite Irish. No, nor Scottish. എങ്ങനെ നടന്നു പോകണമെന്നൊന്നും എനിക്കറിയില്ല. ശരിക്കും ഒരു 15 minutes ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. യാത്ര തന്നെ എന്ത് ബ്യൂട്ടിഫുള്ളാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അടിപൊളി സീനിക് ബ്യൂട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ ബേർഡ് സെഞ്ചുറി എത്തി ഗൈസ്. അപ്പോൾ ബസ്സിന് 6 pound. ഇനി ബേർഡ് സാങ്ച്വറിൻ്റെ അടുത്ത് ഒരാൾക്ക് 9 pound. അപ്പം ഇവിടെ നമ്മൾ കാണാൻ പോണ ഒരു പഫൻ സീബേർഡ് ആട്ടോ. ഒരു റെയർ സ്പീഷ്യസ് തന്നെയാണ്. ഓ, എന്താണ് വ്യൂ! വേറെ ലെവൽ, വേറെ ലോകത്തെത്തിയ പോലെ. ഓ, എന്താ സ്ഥലം മോനെ! ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ഇൻ ബെൽഫാസ്റ്റ്. ശരിക്കും ലാൻഡ്സ്കേപ്പിൻ്റെ ഗ്രീനറിയും ക്ലിഫും അറ്റ്ലാന്റിക് ഓഷ്യൻ ആകുമ്പോൾ പൊളിച്ചു. എന്താ ഈ ബേർഡ്സ് ക്ലിയർ ആയി കാണാൻ കുറച്ച് പണി. അപ്പോൾ ഒരു ബൈനാക്കുലറൊക്കെ തരും കേട്ടോ.
കാണുന്നില്ലേ? ആ കണ്ടിട്ടുണ്ട്. நல்ல பஸ் இருக்கு guys. ഈ പഫിൻ സീ ബേർഡ് ശരിക്കും കാണാൻ എങ്ങനെയാട്ടോ, ഇവർ ഫുൾ ടൈം ഓഷ്യനിലാണെന്ന് പറയാറ്. അങ്ങനെ നമ്മൾ തിരിച്ചു വരാം കേട്ടോ. വലിയ ട്രക്കൊന്നും പറയാനില്ല, ഒരു 15 മിനിറ്റ് താഴെയും 15 മിനിറ്റ് മേലോട്ട് വരുന്നുണ്ട്. സോ ഒരു ഇറ്റ്സ് എല്ലാവർക്കും പോകാൻ പറ്റിയ, പേരൻസിനൊക്കെ പോകാൻ പറ്റിയ സംഭവം. നമ്മൾ തിരിച്ച് ബസ്സിൽ ഇറങ്ങും കേട്ടോ. Irish Springs is the center of But anyway, it's called broccoli. You can look it up in the internet. എനിക്ക് കറക്റ്റായി മനസ്സിലായി. പക്ഷെ ഇവിടെ ബ്രൂസ് കിങ് പറഞ്ഞ ഒരാൾ ഇവിടെ ഒരു കേവില് താമസിച്ചിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അയാൾ രക്ഷപ്പെട്ട് വാറൊക്കെ ചോദിച്ച കിങ്ങായി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഫെരീൻ്റെ അവിടെ എത്താത്ത മുമ്പ് 10 മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങാം നടന്ന് കാണാൻ വേണ്ടി. പിന്നെ ഇതേ ടെൻ്റൊക്കെ ഇട്ട് നിങ്ങൾക്ക് ക്യാമ്പൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. നല്ല വ്യൂ കണ്ടോ, നല്ല വ്യൂ. താങ്ക് യു. ഏകദേശം എല്ലാവരും ഇറങ്ങി. ആ കറക്റ്റ്. സീല ഇതെന്താ മറിഞ്ഞു കിടക്കുവാണോ? അത് ഇളകണ്ടേ? ഈ കാണുന്ന നമ്മൾ ഗ്ലാമ്പിംഗ് പോട്ട്സ് ആട്ടോ പറയാറ്. അകത്ത് ഒരു ബെഡ്, 2 ആൾക്കുള്ള ഒരു കിച്ചൺ ഉണ്ടാവും. മോർണിംഗ് എണീക്കുമ്പോൾ ഈ വ്യൂ വേറെ എന്ത് വേണം. ഈ രാത്രിന് ഐലൻഡിൽ പോപ്പുലേഷൻ പറയുന്നത് 150 ആട്ടോ. ഇവിടെ ആൾക്കാരുണ്ടെന്ന് പറയുന്നത് അത്ഭുതം. ഇവർ ഈ ഫിഷിങ്ങും ഫാർമിങ്ങും ഈ ടൂറിസ്റ്റൊക്കെ വെച്ചൊക്കെ ഇവിടെ ജീവിക്കണം. തിന്നാൻ കിട്ടും നോക്കാം. ഈ ഐലൻഡിൽ നിങ്ങൾക്ക് ചെറിയ സ്റ്റോൾസ്, ഫുഡ്, ഐസ്ക്രീം, സ്റ്റേ, ബോട്ട്സ് ഒക്കെ കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഫെറി 3 മണിക്കാണ് തിരിച്ച്. അപ്പം നമ്മൾ ഫുഡ് ബസ് സ്റ്റോപ്പ് ഏരിയ ഉണ്ട്, അവിടെ കഴിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ആക്ച്വൽ ഫെറി. രാത്രിയിലായതുകൊണ്ട് ഇത് നമുക്ക് രാവിലെ മിസ്സായത്. പക്ഷെ പോകുമ്പോൾ അതന്നെ കിട്ടി. ശരിക്കും നമ്മൾ രാവിലെ പോയ ചെറിയ ബോട്ടിൽ 25, ഈ വലിയ ഫെയർ ആയതുകൊണ്ട് 45 മിനിറ്റ് എടുത്തു കേട്ടോ. എങ്ങനെയായിരുന്നു പറയൂ. നന്നായിണ്ടാ? അച്ഛൻ എങ്ങനെയായിരുന്നു സ്ഥലം? ഓക്കെ. അപ്പൊ ഇവന്റും തുടങ്ങി. ആ ബീച്ചിലുള്ള തിരക്ക് കണ്ടു. ഇതാ ഞാൻ പറഞ്ഞത്. അപ്പൊ മൊത്തത്തിലൊരു അടിപൊളി പ്ലേസ്. പാരൻസിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടിപൊളി. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അങ്ങനത്തെ വീഡിയോസ് കാണാൻ. മേക്ക് ഷുവർ ഫോളോവേഴ്സ്. ബൈ.